ഒരു ഞായറാഴ്ച രാവിലെ പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു പ്ലാനാണ് കേട്ടോ. എല്ലാവരും ചടപടയെന്ന് റെഡി ആയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു. ടോക്കിയോയിലത്തെ ഏതെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള ചെറി ബ്ലോസം സ്പോട്ടിലേക്ക് പോയിട്ട് പിക്നിക്കൊക്കെ ചെയ്യാനായിരുന്നു കേട്ടോ പ്ലാൻ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകെ ഒരു ഇരുട്ടും മഴയ്ക്കുള്ളൊരു കോളൊക്കെ പോലെ തോന്നി. അപ്പം നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് തിരിച്ചു നടന്നു. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ ചെറി ബ്ലോസംസ് ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്നൊക്കെ പറയില്ലേ, നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ചുറ്റും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. ഒരുപാട് പേര് വരുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നല്ല ആളായിരിക്കും. പിന്നെ നമ്മുടെ ഷീറ്റ് വിരിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. ഇത് നമ്മുടെ നിഷിക്കസായിൽ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ബാക്കിലൂടെ ഉള്ള ഒരു വഴിയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമാണ് കേട്ടോ. എന്തൊരു നീറ്റാണെന്ന് നോക്കിയാൽ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. മോർണിംഗ് വാക്കിനൊക്കെ പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഒത്തിരി പ്രായമായവർ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ നടന്നു പോണ് കാണാം. ഈ വഴികളൊക്കെ നടക്കാനുള്ളതാണ്. സൈക്കിൾ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഈ വഴികളിലൊക്കെ സൈഡിലായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, സൈക്കിള് ചവിട്ടി പോകരുത്, സൈക്കിള് ഉന്തിക്കൊണ്ടേ പോകാൻ പാടുള്ളൂ എന്ന് കേട്ടോ. പെഡസ്ട്രിയൻസിനാണ് ഇവിടെ അധികവും പ്രയോറിറ്റി കൊടുക്കുക കേട്ടോ. റോഡിലായാലും സീബ്ര ക്രോസിങ്ങിലായാലും ഒക്കെ അവർക്കാണ് പ്രയോറിറ്റി. സ്വന്തം മക്കളുടെ പോലെ പൊന്നോമനകളായിട്ടാണ് ഇവർ ഡോഗ്സിനെ വളർത്തണതും പരിപാലിക്കണതും ഒക്കെ കേട്ടോ. അപ്പോൾ ഡോഗ്സിനെയും കൊണ്ട് നടക്കാൻ പോകണത് ഒത്തിരി പേരെ കാണാം കേട്ടോ. എന്നാലും ഈ വഴികളൊക്കെ അത്രയും നീറ്റാണ്. ഡോഗ്സിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും വഴിയിലൊന്നും കാണില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ കയ്യിലൊരു ബാഗ് കണ്ടോ, അതിലൊരു കുപ്പി വെള്ളമുണ്ട്, വേസ്റ്റ് കവർ ഉണ്ട്, ഷവലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡോഗ് വല്ല പൂപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷവലോണ്ട് കോരി കവറിലാക്കി കെട്ടിയെടുത്ത് വെക്കും. പിന്നെ ചൂച്ചയാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ നമ്മുടെ കുപ്പി വെള്ളം കൊണ്ട് ആ ഏരിയ ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ട് അവർ നടന്നു പോകും കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ്, ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഇത്ര ക്ലീൻ ആയിട്ട് ഈ ഒരു നാടുള്ളത്. അങ്ങനെ നമ്മൾ നടന്ന് ഞങ്ങൾ താമസിക്കുന്ന നാട്ടിലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഈ കയാക്കിങ്. നല്ല അടിപൊളിയാണ് കേട്ടോ. 100 എണ്ണേ ഉള്ളൂ ഒരു അഡൾട്ട്സിന്, കുട്ടികൾക്ക് 50 എണ്ണേ ഉള്ളൂ കേട്ടോ. അടിപൊളിയല്ലേ, നല്ല രസമാണ്. 1 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാം. സക്കുറയുടെ ടൈമിൽ കയാക്കിങ് ചെയ്യാൻ ഒത്തിരി പേര് വരും. ഈ സക്കുറ പൂത്ത് നിൽക്കുന്ന ടൈമിൽ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് മരങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ കയാക്കിങ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് സ്ലൈഡ് എത്തും കേട്ടോ. ഇതിങ്ങനെ അധികം പേരും കണ്ടിട്ടുണ്ടാവില്ല. കുട്ടികളുള്ളവരൊക്കെ ഇതിലേ നടന്നു പോകുമ്പോൾ ഇങ്ങനെ കയറി കളിക്കാം. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും കളിക്കാം. അത്രയും ലോങ് ആണ് കേട്ടോ. നമ്മൾ പോയ ദിവസം ഉണ്ടല്ലോ, മഴ പെയ്തിട്ട് ചെറിയ വെള്ളത്തുള്ളികൾ ഉണ്ടായി. അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിൽ സ്ലൈഡ് നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നല്ല രസമാണ്. അമ്മുക്കുട്ടി കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കുലുങ്ങി വരുന്നുണ്ട്. നമ്മളിപ്പോൾ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പാർട്ട്മെൻറ്റിൻ്റെ പരിമിതികൾ അറിയാമല്ലോ, നമ്മുടെ നാട്ടിലുണ്ട്. ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അവരൊക്കെ നമുക്ക് 4 ചുമരിൻ്റെ ഉള്ളിലൊരു ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെയാണ് പക്ഷെ ഇവിടുത്തെ വീടുകളിലായാലും സ്വന്തമായിട്ട് വീടുള്ളവർക്കായാലും വീടിൻ്റെ മുറ്റം അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിൽ പറമ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത്തിരി സെൻറ്റ് സ്ഥലത്ത് അതേ ഫുൾ വീടായിരിക്കും. വീടും ചെറുതാണ് കേട്ടോ. അപ്പം നമുക്കൊരാൾക്ക് ചിലപ്പോൾ പാസ് ചെയ്ത് പോകാനായിരിക്കും വീടിൻ്റെ ചുറ്റും സ്ഥലമുള്ളത്. അതും മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥലമെങ്കിലും ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ വീട് മാത്രമേ ഉള്ളൂ. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ഥലം ഇല്ല. അങ്ങനെയാണ് ടോക്കിയോയിലത്തെ അധികം വീടുകൾക്ക് കേട്ടോ. ഇത്തരത്തിൽ ഫ്രീ ആയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ശരിക്കും വീട്ടിലെ കുട്ടികളെ നോക്കിയിരിക്കുന്ന അമ്മമാർക്ക് വലിയൊരു ആശ്വാസമാണ്. എന്ന് വെച്ചാൽ അവർക്കും ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാലോ. വൈകുന്നേരങ്ങളിലൊക്കെ പാർക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, അമ്മമാർക്കും ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാം. പിന്നെന്താ, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവരത് ബ്ലോക്ക് ചെയ്തിടുക, അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ആരും ഇത് നശിപ്പിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൗകര്യങ്ങളാണ് ഇവിടെ. കുറച്ചധികം നേരം നല്ല രീതിയിൽ തന്നെ കളിച്ച് തിമിർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പിള്ളേരൊക്കെ കുറച്ച് അലമ്പാവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ വിശന്ന് പ്രാണം കത്തിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വെച്ച് പിടിച്ചു. ഇപ്പോൾ കുറേ ബെന്തോസൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. ബെന്തോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ച് ബോക്സ്. അപ്പോൾ നൂൺ ടൈം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ ലഞ്ച് ബോക്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കാർട്ട് എടുത്തു. നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം. ഇനി ജപ്പാനിലത്തെ ആൾക്കാരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ കുറച്ച് പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ്. അവർ നമ്മുടെ കാര്യത്തിലും ഇടപെടാൻ വരില്ല, നമ്മൾ അവരുടെ കാര്യത്തിലും ഇടപെടാൻ പോകില്ല. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ മാക്സിമം അവരൊന്ന് ഇൻക്ലൂഡ് ചെയ്യാണ്ടൊക്കെ വീഡിയോ എടുക്കാനൊക്കെ
ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിലായാലും അവരിങ്ങനെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, ക്യാമറ അലൗഡ് അല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അധികവും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ അലൗഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഡോറിൻ്റെ അവിടെ തന്നെ. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ബെന്തോസിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ നല്ല കച്ചവടമുള്ളൊരു ഐറ്റമാണ് ഈ ബെന്തോസ് സെക്ഷൻ. നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ബെന്തോസ് കിട്ടും കേട്ടോ. ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഇതെങ്ങാനും ചിലവായി പോയിട്ടില്ലെങ്കിൽ 20%, 30% അങ്ങനെ, പിന്നെ ടൈം കൂടുന്തോറും 50% അങ്ങനെ സെയിലിന് ഇടും അവർ. അപ്പോൾ അങ്ങനെ രാത്രി പോയിട്ടുണ്ടെങ്കിൽ ബാക്കി വല്ലതുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റേറ്റിൽ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലൊരു സ്പോട്ട് നോക്കി ഒരു ചെറിയ ബ്ലോസത്തിൻ്റെ താഴെയായിട്ട് നമ്മൾ പിക്നിക് മാറ്റൊക്കെ വിരിച്ച് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കൂടെ വന്ന ഫാമിലീനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ശ്രീഹരിച്ചേട്ടനും ഗോപികയും പിന്നെ 2 മക്കള്, കുഞ്ഞുണ്ണിയും അമ്മുക്കുട്ടി എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ മക്കള് ഒരുമിച്ചാണ് ഇപ്പോൾ സ്ഥിരം കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയൊക്കെ സെറ്റാക്കി വന്നേനെ. എന്തായാലും ഇവിടെ ഒരുവിധം ജാപ്പനീസ് ഫുഡൊക്കെ ഓക്കെ ആയിട്ടുള്ളവർക്ക് ഒത്തിരി ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. അത്ര വലിയ റേറ്റ് എന്ന് പറയാനോ ഇല്ല കേട്ടോ. പിന്നെ ചേട്ടനും ശ്രീഹരിച്ചേട്ടനും വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഓപ്ഷൻസ് ഇത്തിരി കുറവാണ്. എന്നാലും തീരെ കിട്ടായിക ഇല്ല കേട്ടോ. തപ്പി നടന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. കംപ്ലീറ്റ് ഒരു മീലായിരിക്കും കേട്ടോ ഓരോ ബോക്സിലും. പിന്നെ ചെറിയ രീതിയിൽ പിക്കിൾസ്, സാലഡ്സ് അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ ഒനിഗിരി ഫാൻസ് കുറേ പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഒനിഗിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഒനിഗിരിയൊക്കെ. പിള്ളേർക്കും വലിയവർക്കൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒനിഗിരി. അപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പൂക്കളൊക്കെ കണ്ട് ആസ്വദിച്ച് പിക്നിക് ചെയ്യണേനെയാണ് ഹനാമി എന്ന് പറയുക. ഹന എന്ന് വെച്ചാൽ പൂവ്, മീ എന്ന് വെച്ചാൽ കാണുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ജപ്പാനിൽ ഒത്തിരി സ്പോട്ടുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ ചെറി ബ്ലോസംസ് കാണാനായിട്ട്. ഒരുപാട് മരങ്ങളുള്ള വലിയ പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാല് കുത്താൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. നമ്മുടെ ഷീറ്റൊന്നും വിരിക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അത്രയധികം ആൾക്കാർ തിങ്ങി നിറഞ്ഞ് വന്ന് ഹനാമി ചെയ്യണ സ്പോട്ടുകളുണ്ട് കേട്ടോ. അവിടെ ഒന്നും പക്ഷേ നമുക്കൊരു വേസ്റ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ പിക്നിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കെട്ടിപ്പറക്കി പാക്ക് ചെയ്യും. നമ്മൾ എന്തായാലും മറക്കാണ്ട് എടുക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഗോമി ബാഗ്, അല്ലെങ്കിൽ വേസ്റ്റ് കവർ എന്ന് പറയില്ലേ. വേസ്റ്റ് കവർ എടുത്തിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കളയാനുള്ള സൗകര്യം അവിടെ ഉണ്ടെങ്കിൽ അവിടെ കളയുക, അല്ലെങ്കിൽ തിരിച്ച് കെട്ടി നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾക്ക് അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്